അങ്ങനെ അമ്പലത്തിൽ നിന്നും നമ്മുടെ നയനയ്ക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളും പൂജകളും ഒക്കെ ചെയ്തിട്ട് ഒടുവിൽ ദേവയാനി നയനയോട് പറയുന്നുണ്ട്, ഏതായാലും മോൾക്ക് ആദ്യത്തെ സാലറി കിട്ടിയതല്ലേ, അത് മോളുടെ അച്ഛനും അമ്മയ്ക്കുമാണ് ആദ്യം കൊടുക്കേണ്ടത്. അത് അങ്ങനെ തന്നെ കൊടുക്കണം മോളെ. അവരത്രയ്ക്കും നിന്നെ കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് വലുതാക്കിയതാണ്. അതുകൊണ്ട് നീ ഇത് അവർക്ക് കൊടുക്ക്. എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് പിടിപ്പിക്കണം. വാങ്ങാൻ കൂട്ടാക്കിയില്ലെങ്കിലും അത് അവർക്ക് കൊടുത്തിട്ട് നീ ഇന്ന് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി നയനയെ പറഞ്ഞയക്കുകയാണ്. അതിനു മുമ്പ് കനക ഈ അമ്പലത്തിൽ ഇവർ ഒന്നിച്ച് നിൽക്കുന്നതും അവൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാഴ്ച നമ്മുടെ കനക കണ്ടിരുന്നു. അങ്ങനെ ദേവയാനിയും നയനയും പതുക്കെ അവിടുന്ന് പോയതിനു ശേഷം കനക പൂജാരിയോട് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് അറിയുന്നുണ്ട്. എന്നിട്ട് അമ്മായിയമ്മ ഇനി മരുമകൾക്ക് എന്തെങ്കിലും പണി കൊടുക്കാൻ വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പൂജാരി പറയുന്നുണ്ട്, അതൊന്നുമല്ല, ഇനി അവരെ പിടിക്കാൻ ദൈവങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അവർ അത്രയ്ക്കും അടുത്തു കഴിഞ്ഞു. അമ്മായിയമ്മയും മരുമകളും ഒന്നായി കഴിഞ്ഞു. അവരിനി ഒരിക്കലും പിരിയില്ല എന്നുള്ളത് പൂജാരി കനകയോട് പറയുകയാണ്. അങ്ങനെ ഈ സത്യം കേട്ടിട്ട് സന്തോഷത്തോടു കൂടിയും ആകെ ഞെട്ടി നിൽക്കുകയാണ് കനക. പിന്നീട് കനകയും വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ നയന എത്തുന്നതിന് മുമ്പ് തന്നെ കനക വീട്ടിലെത്തുന്നുണ്ട്. അങ്ങനെ പിന്നീട് നയന അവിടേക്ക് വരികയാണ്. നയനയെ കണ്ട ഉടനെ തന്നെ കനക നയനയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഒരു മുന്നറിയിപ്പുമില്ലാതെയാണല്ലോ വരുന്ന വിവരം മോള് പറഞ്ഞില്ലല്ലോ, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരു കുഴപ്പവുമില്ല അമ്മേ, ഞാനൊരു സർപ്രൈസ് തരാനും ഒരു സന്തോഷ വാർത്ത പറയാനുമാണ് നിങ്ങളുടെ അടുത്ത് വന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് കനക ചിന്തിക്കുന്നുണ്ട്, ഇനി അമ്മായിയമ്മയും മരുമകളും ഒന്നായി എന്നുള്ളത് സന്തോഷത്തോടു കൂടി പറയാനാണോ വന്നിരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് നമ്മുടെ ഗോവിന്ദൻ ജോലിയിലായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് സന്തോഷത്തോടു കൂടി വന്നിട്ട് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ സമയത്ത് പറയുന്നുണ്ട്, എന്താ ഇന്ന് പതിവിലും വളരെയധികം സന്തോഷത്തിലാണല്ലോ, മോളുടെ മുഖം നല്ല സന്തോഷമുണ്ടല്ലോ, എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ട്, ഒരു സർപ്രൈസ് ഉണ്ട്, അച്ഛൻ കണ്ണടക്കി എന്നിട്ട് കൈ നീട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ കയ്യിലുള്ള ഫസ്റ്റ് സാലറി അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഗോവിന്ദൻ കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് ആകെ ഞെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് എന്താ ഇത് മോളെ, ഇത് എവിടുന്നാ ഇത്രയും ക്യാഷ് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇന്ന് ഞാൻ ജോലിക്ക് കയറിയിട്ട് ഒരു മാസം തികഞ്ഞു, എൻ്റെ ഫസ്റ്റ് സാലറിയാണ്, അത് അച്ഛനെയും അമ്മയെയും ഏൽപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് ഗോവിന്ദൻ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, അത് ഞാൻ സമ്മതിക്കില്ല, നീ നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കാണ് ഓരോന്ന് ചെയ്തു കൊടുക്കേണ്ടത്, ഞങ്ങൾക്കല്ല, നീ കല്യാണം കഴിച്ച പെൺകുട്ടികൾ നമ്മുടെ വീട്ടിലേക്കല്ല കൊണ്ടുവരേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും പറ്റില്ല, ആദർശേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഞാൻ എൻ്റെ ആഗ്രഹവും അത് തന്നെയായിരുന്നു, അമ്മയെയും അച്ഛനെയും ആദ്യ ശമ്പളം ഏൽപ്പിക്കുക എന്നുള്ളത്, അതുകൊണ്ട് ഇത് വാങ്ങിച്ചേ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ആദർശേട്ടനും സങ്കടമാകും, കാരണം എൻ്റെ ആഗ്രഹം അതാണ്, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുകയാണ്. ഒടുവിൽ നയനയുടെ നിർബന്ധം കാരണം ഗോവിന്ദൻ അത് വാങ്ങിക്കുകയാണ്. അങ്ങനെ പിന്നീട് കനക നയനയുടെ മുമ്പിൽ വെച്ച് തന്നെ പറയുന്നുണ്ട്, ഇവിടെ ഓരോരുത്തരും ഞാൻ പുറത്തു പോയ സമയത്ത് നല്ലോണം അഭിനയിക്കുന്നതായിട്ടൊക്കെ കണ്ടു, വളരെ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്, അഭിനയിക്കാനല്ലെങ്കിലും ഓരോരുത്തരും മിടുക്കരായിട്ട് വരികയാണ്, ഇതൊക്കെ ഞാൻ പൊളിച്ചടക്കുന്നുണ്ട്, ഈ അഭിനയമൊന്നും അധികകാലം മുന്നോട്ട് പോവില്ല എന്നൊക്കെ കനക ഇങ്ങനെ അവിടെയും ഇവിടെയും തൊടാതെ പറയുന്നുണ്ട്. പക്ഷെ ഇത് കേട്ടിട്ട് നയനയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല, ഒരു ഞെട്ടലും ഉണ്ട്. അങ്ങനെ നയന ചിന്തിക്കുന്നുണ്ട്, എന്താപ്പോൾ അമ്മ ഇങ്ങനെ ഒരു സംസാരിക്കുന്നത്, ഇനിയെങ്ങാനും നമ്മുടെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം തോന്നിക്കാണോ, പുറത്ത് വെച്ച് എന്തെങ്കിലും കണ്ടു കാണോ, അല്ലെങ്കിലും കണ്ടുപിടിക്കാൻ അമ്മ വളരെ മിടുക്കിയാണ്, അമ്മയെ ഭയക്കണം, അമ്മയെ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് നയന. അങ്ങനെ നയന ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ, അത് ഞാൻ വേറെ ഇവിടെയുള്ള ഒരാളുടെ കാര്യം പറയുക, അല്ലെങ്കിലും ഈ അയൽവാസികൾക്ക് കുറച്ച് അഭിനയം കൂടുതലാണ്, നമ്മളും ഒന്നും അറിയില്ല എന്നാണ് വിചാരം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, അമ്മ എന്തിനാ ഓരോരുത്തരുടെ കാര്യത്തിലൊക്കെ ഇടപെടാൻ പോകുന്നത്, നമുക്ക് തന്നെ ഇവിടെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അതും നോക്കി ഇവിടെ നിന്നാൽ മതി, എന്തിനാ മറ്റുള്ളവരുടെ കാര്യം, അവരും അവരുടെ പാടായി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നയന. അങ്ങനെ പിന്നീട് നയന അവിടെ നിന്ന് യാത്രയൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. എനിക്ക് ഓഫീസിൽ കുറച്ചുകൂടി ജോലി ഉണ്ടമ്മേ, ഞാൻ പോവട്ടെ എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ പിന്നീട് നമ്മുടെ കനക ഗോവിന്ദനോട് പറയുന്നുണ്ട്, ഏതായാലും ഇവിടെ ചിലരൊക്കെ അഭിനയിക്കുകയാണ്, ഒരുപാട് അഭിനയിക്കാൻ പഠിച്ചു, അവള് സിനിമയിൽ എത്തേണ്ടതാണ്, പിന്നെ അതിനേക്കാളും അഭിനയിക്കുന്ന ചിലർ വേറെയുണ്ട്, ഏതായാലും ആ അഭിനയമൊക്കെ ഞാൻ കണ്ടെത്തുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ കനക പറയുന്ന സമയത്ത് ഗോവിന്ദൻ, നീ ഇത് ആരുടെ കാര്യമാണ് പറയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അതൊന്നുമില്ല, അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളും എന്നൊക്കെ പറയുകയാണ് കനക. അങ്ങനെ പിന്നീട് നയന നേരെ പോകുന്നത് ദേവയാനിയുടെ അടുത്തോട്ടാണ്. ദേവയാനി അവിടെ ഷോപ്പിങ്ങിനായിട്ട് കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഒരു ടെക്സ്റ്റൈൽസിലൊക്കെ കയറിയിട്ട് അവർ ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
നവ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് നോക്കുന്നത്. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, നവ്യയുടെ ഇഷ്ടങ്ങളും ടേസ്റ്റുകളൊക്കെ മോൾക്കല്ലേ അറിയുന്നത്, അപ്പോൾ അതനുസരിച്ചുള്ള ഡ്രസ്സ് മോൾ തന്നെ സെലക്ട് ചെയ്തോ, ഒട്ടും മോശമാവരുത്, എത്ര വില വന്നാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് നയന പറയുന്നുണ്ട്, ആ ചേച്ചിയുടെ ഇഷ്ടങ്ങളൊക്കെ എനിക്കറിയാം, നമുക്കത് വെച്ച് ഇതാക്കാം, പിന്നെ ഓവർ റേഞ്ച് ഉള്ളത് എടുത്താൽ ചേച്ചി എന്നെ ചീത്ത പറയും, അധികം റേറ്റ് ഉള്ളതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല, പണ്ടൊക്കെ അതിനോട് വലിയ ആഗ്രഹമായിരുന്നു, ഇപ്പോൾ അത്തരത്തിലുള്ള ആഗ്രഹമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് നയന. ആ സമയത്ത് പറയുന്നുണ്ട്, അതൊന്നും നമ്മൾ നോക്കണ്ട, എന്തായാലും പരിപാടി മോശമാകാൻ പാടില്ല, നല്ല റേറ്റുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സാരി തന്നെ എടുത്തോ, എന്ത് വേണമെങ്കിലും ഏത് ഡ്രസ്സാണ് വേണ്ടത് അതൊക്കെ എടുത്തോ, പിന്നെ ബാക്കിയുള്ളവർക്കും അമ്മയ്ക്കും നന്ദുവിനും വേണ്ടതൊക്കെ എടുത്തോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ദേവയാനി. അങ്ങനെ എല്ലാവർക്കുമുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നയന. ആ സമയത്ത് പോയ കാര്യം എന്തായി, ക്യാഷൊക്കെ കൊടുത്തില്ലേ, അച്ഛനും വാങ്ങിക്കാൻ കൂട്ടാക്കിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദേവയാനി. അപ്പോൾ നയന പറയുന്നുണ്ട്, ആദ്യമൊന്നും വാങ്ങിക്കാൻ കൂട്ടാക്കിയില്ല, അമ്മയ്ക്ക് തരണമെന്നും അമ്മയ്ക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ച് തരണമെന്നുമാണ് എന്നോട് അച്ഛൻ പറഞ്ഞിരുന്നത്, പിന്നെ ഒരു വിധം പറഞ്ഞ് പിടിപ്പിച്ചതാണ്, വാങ്ങാൻ കൂട്ടാക്കിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് നയന. ആ സമയത്ത് കനക ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ മുഴപ്പിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ദേവയാനിയോട് പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അത് വേറെ ആരെങ്കിലും ആയിരിക്കും മോളെ, കാരണം നമ്മളെ കണ്ടിട്ടില്ലല്ലോ, നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അമ്മ നമ്മുടെ അടുത്തേക്ക് വരികയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ദേവയാനി. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അനാമികയും അമ്മയും അച്ഛനും ഒക്കെ അവിടേക്ക് വരുന്നത്. അവർ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങോട്ട് വന്നിരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് തന്നെ ഈ കാഴ്ച കണ്ടിട്ടാണ് അവർ ഞെട്ടുന്നത്. അനാമികയ്ക്കാണെങ്കിൽ കണ്ണിൽ വിശ്വസിക്കാൻ പറ്റിയില്ല. എന്നിട്ട് അനാമിക വേണുവിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ദേ നോക്കിയാച്ചേ അമ്മ ആരാന്നുള്ളത്, ഞാൻ സംശയം പറഞ്ഞില്ലേ ഇവർ ഒരുമിച്ച് പുറത്ത് പോകുന്നുണ്ട് എന്നുള്ളത്, എന്തൊക്കെയോ കള്ളക്കളികളുണ്ട് എന്നുള്ളത്, ഇതാ നോക്ക് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആ കാഴ്ച കണ്ടിട്ട് അവർ സൗഹൃദത്തോടു കൂടി സെലക്ട് ചെയ്തെന്നതൊക്കെ കണ്ടിട്ട് അനാമികയും അച്ഛനും രേവതിയും ഒക്കെ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് എപ്പിസോഡ് നല്ല അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡാണ്. അപ്പോൾ ആ കാഴ്ച കണ്ട് നിൽക്കുകയാണ് അനാമികയും അമ്മയും അച്ഛനും ഒക്കെ. അപ്പോൾ ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് കാണാം കേട്ടോ.